ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ വരുന്നത് നന്ദഗോവിന്ദ ഭജൻസിനെ കുറിച്ചാണ്. ഇതിനോടൊക്കെ എല്ലാവരും അറിഞ്ഞ സംഭവമാണ്. നന്ദഗോവിന്ദ ഭജൻസ് ഈ മാസം 14-ാം തീയതി വേമ്പൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭജനയ്ക്കൊപ്പം ഒരു പാട്ട് കൂടി പാടി. അവർ ഭജനയ്ക്കൊപ്പം പാടിയ പാട്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചില ആൾക്കാർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പ്രശ്നങ്ങൾ അന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ടീച്ചർക്ക് അത് തീരെ പിടിച്ചില്ല. ചിക്കൻ മസാല, പായസത്തിൽ വീണ ചിക്കൻ മസാല എന്നൊക്കെയാണ് ടീച്ചർ അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാർ വന്നു. പള്ളിയിലെ പാട്ട് പള്ളിയിൽ മതി, ഹിന്ദുക്കളുടെ പാട്ട് മാത്രം ഭജനയ്ക്ക് പാടിയാൽ മതി, അങ്ങനെ പലതും. പക്ഷെ ഭജനയ്ക്ക് എന്ത് പാടണമെന്ന് തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ ആ അമ്പലക്കാർക്കോ ഈ നന്ദഗോവിന്ദം ഭജൻസിനോ ഇല്ലാത്ത പ്രോബ്ലംസ് ആണ് കാണുന്നവർ. ഈ ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നതിന് മുന്നേ തന്നെ നന്ദഗോവിന്ദത്തിലെ നമ്മുടെ മെയിനായ നവീൻ പറയുന്നുണ്ട്, ഞാൻ KG സെക്ഷൻ മുതൽ പഠിച്ച സ്കൂളാണ് പള്ളി സ്കൂള്. അവിടുത്തെ സിസ്റ്റേഴ്സ് ടീച്ചർമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഈ പള്ളിയാണ് ഇവർക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഒരു മതസൗഹാർദ്ദമാണ് ആ ഒരു നാട്ടിലുള്ളതെന്ന്. അതായത് അമ്പലവും പള്ളിയും തമ്മിൽ അത്രയും കണക്ഷൻ ഉണ്ട്. മാത്രമല്ല അമ്പലത്തിലെ ദേശവിളക്ക് സമയത്ത് പള്ളി തിരി തെളിച്ച് താലപ്പൊലിയെ വരവേൽക്കാറുണ്ട് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം നവീൻ തന്നെ ആ പാട്ടിന് തുടക്കത്തിലെ പറയുന്നുണ്ട്. അപ്പൊ ആ പാട്ട് സത്യം പറയാൻ കേട്ടിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ക്രിസ്തീയ ഗാനമായിട്ടും എനിക്ക് തോന്നിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അത് ക്രിസ്തീയ പാട്ടാണെന്നൊക്കെ. ആ പാട്ടിന്റെ ഒരു ഇത് കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ചുരുക്കി പറഞ്ഞ നവീനുമായി അത്രയും ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഭജൻസ് കേൾക്കാൻ അവിടെ വന്നിരിക്കുന്നത്. പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത് ഈ പള്ളിക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ശരിക്കും പറയാൻ അവർ ഈ പാട്ട് പാടുന്നതെന്ന് തന്നെ അവർ തുടക്കത്തിൽ പറയുന്നുണ്ട്. യേശുദാസ് പാടി എത്രയോ സോങ്ങുകൾ നമ്മൾ അമ്പലത്തിൽ ഇടുന്നുണ്ട്, എത്രയോ പാട്ടുകളുണ്ട്. അതുപോലെ ചിത്ര പാടി എത്രയോ സോങ്ങുകൾ ക്രിസ്ത്യൻ പള്ളിയിലുണ്ട്. അതുപോലെ നമ്മുടെ ശബരിമലയിലെ ഭഗവാനെ ഉറക്കുന്ന പാട്ട് തന്നെ പാടിയത് ആരാ? നമ്മുടെ യേശുദാസാണ്. ടീച്ചർ അത്രയും പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇത് ഒരുപാട് ആൾക്കാർ ഏറ്റുപിടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു 80% ആൾക്കാരും ഈ ഒരു കാര്യത്തില് നന്ദഗോവിന്ദത്തിന്റെ കൂടെയാണ്. ഒരു മതസൗഹാർദ്ദമാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുട്ടികളെയും നമ്മൾ അങ്ങനെ പഠിപ്പിക്കാവൂ. ഒരിക്കലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ആണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേ ബ്ലഡാണ്. ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. പല രൂപത്തിലും അമ്പലങ്ങളിലും പള്ളിയിലും മുസ്ലിം പള്ളിയിലും ഒക്കെ ഉണ്ടെന്ന് കരുതി അത് ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കാനും. നമുക്കൊക്കെ ഒരു വലിയ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ മതവും ഒന്നും അല്ലാന്ന്. കാരണം എന്ന് വെച്ചാൽ പ്രളയം വന്നപ്പോൾ തന്നെ കുറെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും. കാരണം ആ സമയത്തൊക്കെ ന്യൂസിലൊക്കെ ഞാൻ കേട്ടിരുന്നായിരുന്നു അമ്പലത്തില് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരും ഒന്നാണ്. എല്ലാവരും നല്ല സൗഹൃദമായിട്ടും നല്ല ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ വേണ്ട. നമ്മുടെ കുട്ടികളെ നമ്മൾ അതേ പഠിപ്പിക്കാവൂ. അതിന്റെ റിക്വസ്റ്റ് ആണ്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ നമ്മൾ ഈ മതവിദ്വേഷം ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ നേരി കണ്ടിട്ടില്ലെങ്കിലും ചില ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കുറച്ചു കാലം മുന്നേ വരെ കണ്ടിട്ടുണ്ട്. ഒരാഴ്ച തന്നെ പള്ളിയുടെ പെരുന്നാളും അമ്പലത്തിലെ ഉത്സവം ഒരാഴ്ച തന്നെ ചെയ്തേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എത്ര കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമല്ലേ. അതുപോലെയൊക്കെയുള്ള രീതിയിൽ കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ ആക്കി എടുക്കാനായിട്ട് നോക്കുമ്പോൾ കുറെ ആൾക്കാർ ഇതുപോലെയുള്ള ചെറിയ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെയാണ് ഇതൊക്കെ എടുത്ത് വലിയ പ്രശ്നങ്ങൾ. ചില ആൾക്കാർ ചിന്തിച്ചു പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇവര് പലരും ഇതിനെ എടുത്ത് വലിയ പ്രശ്നമാക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും അതൊരു ചിന്തയിലേക്ക് കൊണ്ടുവരും. അത് ശരിയായില്ലല്ലോ, അങ്ങനെ ചെയ്ത് ശരിയായില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? പാട്ടല്ലേ, നല്ല കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകളാണ് അവർ പാടുന്നത്. എനിക്ക് ശരിക്കും പറയാം അവരുടെ പാട്ട് കേൾക്കാൻ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് കാണണം. പക്ഷെ ഭയങ്കര തിരക്കല്ലേ. അപ്പം നമ്മളെല്ലാവരും അവരുടെ ഫാൻസാണ്. അവർ എന്ത് പാട്ട് പാടിയാലും കേൾക്കാൻ കൊള്ളാം. നമ്മൾ നമ്മുടെ മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ മറ്റുള്ള മതങ്ങളെയും റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.